ഹരി ഓം നമഃ ശിവായ. എല്ലാ സനാതന സാരഥികൾക്കും ശ്രീശങ്കര ഡിവോഷണൽ സെഗ്മെൻറ്റിലേക്ക് ഈ എളിയവൻ്റെ വലിയ നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുമായി സംവാദം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം, കുറച്ച് ഭക്തർ ആവശ്യപ്പെട്ടതനുസരിച്ച് സ്ഥലം വിറ്റുപോകുന്നതിന് എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ സ്വാമി എന്ന് ചോദിച്ചതിൻ്റെ ഉത്തരമാണ് ഇന്നത്തെ എപ്പിസോഡ്. പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞോട്ടെ, സ്ഥലം വിറ്റുപോകുന്നതിന് എന്താണോ തടസ്സം എന്ന് രാശി വെച്ച് നോക്കണം. സ്ത്രീശാപമാവോ, ബ്രഹ്മഹത്യാദി ദുരിതങ്ങളോ, പിതൃക്കളുടെ ദുരിതങ്ങളോ, ഗുളികൻ്റെ ദോഷങ്ങളോ, മറ്റോ എന്ത് ശാപങ്ങളോ ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം അത് തീരുമാനിക്കണം. അല്ലാതെ നമ്മൾ കുറേ കുറേ തകിടുകളൊക്കെ കുഴിച്ചിട്ടുകൊണ്ടൊന്നും ഫലപ്രാപ്തി വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നമ്മൾ ആദ്യം ഒരു കാര്യം നമ്മൾ ചിന്തിക്കുക, നമ്മൾക്ക് എന്തുകൊണ്ടാണ് കടം കയറിയത്, അല്ലെങ്കിൽ ഈ സ്ഥലം വിൽക്കേണ്ടി വന്നത്. തീർച്ചയായിട്ടും നമുക്ക് മുൻപേ മരിച്ചുപോയ പിതൃക്കൾ മോക്ഷം കിട്ടാതെ കിടക്കുന്നുണ്ടാവും. അവർ സ്നേഹിച്ചുകൊണ്ടായിരിക്കും നമ്മുടെ അടുത്തേക്ക് വരുന്നത്, പക്ഷെ നമ്മൾക്ക് ദുരിതം വരും. ദേവന്മാർ നമ്മളെ സ്നേഹിച്ചു വരുമ്പോൾ നമ്മൾക്ക് നന്മയുണ്ടാകും. ആ പിതൃക്കളുടെ ദുരിതത്തെ മാറ്റി നോക്കുമ്പോൾ നമുക്ക് സ്ഥലം വിറ്റുപോകും. അല്ലെങ്കിൽ കുടുംബക്ഷേത്രത്തിൻ്റെ ദോഷങ്ങളുണ്ടെങ്കിൽ അപ്പോഴും ഇത്തരത്തിൽ കടങ്ങളൊക്കെ വരും. അതിനും നോക്കി നമ്മൾ ചികിത്സിച്ചാൽ നമ്മൾക്ക് സ്ഥലം വിറ്റുപോകേണ്ട അവസ്ഥയൊന്നും വരില്ല. പ്രധാനമായിട്ട് ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞു, നിങ്ങൾ ഓരോരുത്തരും ആചാര്യന്മാരായി ജീവിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ദേവനെ നിങ്ങൾ പൂജിക്കുക. എല്ലാ ദേവന്മാരും പൂജിക്കേണ്ട, ഒരു ഇഷ്ടദേവനെ തിരഞ്ഞെടുത്ത് ജാതകത്തിൽ നോക്കിയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ട ഒരു മൂർത്തിയെ തിരഞ്ഞെടുത്ത് അതിനെ നമ്മൾ ആചരിക്കാൻ തുടങ്ങുക. പഞ്ചാലങ്കാരം പൂജിക്കുക. വർഷത്തിലൊരു നിവേദ്യം കൊടുക്കുക, അല്ലെങ്കിൽ മാസത്തിലൊരു നിവേദ്യം കൊടുക്കുക, അല്ലെങ്കിൽ ആഴ്ചയിലൊരു നിവേദ്യം കൊടുക്കുക. എന്താണോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് അത് മാത്രം തുടർന്നു പോരുക. ആവുന്നതും തുടങ്ങരുത്, തുടങ്ങിയാൽ മുടങ്ങരുത്. വലിയ വലിയ ഉന്നതങ്ങളിലെത്തിയവരെല്ലാവരും ഉപാസന ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അവർക്ക് പിന്നിലൊരു പ്രൊട്ടക്ഷൻ ഉണ്ടായിരിക്കും. ഇതൊന്നും നശിക്കാനൊന്നും ഇല്ലാത്തവനാണ് ഇതൊന്നും ഇല്ലാതെ കൊണ്ടു കിടക്കണേ. ആചരിച്ചാൽ മാത്രമേ ഈശ്വരൻ നമ്മളെ നോക്കുള്ളൂ. കരയുന്ന കുട്ടിക്ക് പാലുള്ളൂ എന്ന് പറഞ്ഞ പോലെ ഈശ്വരനെ എല്ലാവരും തുല്യരാണ്. പ്രത്യേകിച്ച് നമ്മൾ അദ്ദേഹത്തെ പൂജിച്ച് അദ്ദേഹത്തിൻ്റെ ഇംഗിതത്തിന് പാത്രമാവണം. നമ്മൾ എന്തു കൊടുക്കുന്നു അതാണ് നമ്മൾക്ക് തരുന്നത് ഭഗവാൻ. ഇതിപ്പോൾ ഹിന്ദു സമൂഹം എന്താ വെച്ചാൽ ഒരു ബുദ്ധിമുട്ടും എടുക്കില്ല. വിളക്ക് വയ്ക്കാനോ, ഒരു പൂജ ചെയ്യാനോ, ഒരു ഭസ്മം തൊടാനോ. ഇന്ന് ഭസ്മം കുറിയൊക്കെ തൊട്ട് കഴിഞ്ഞാൽ എല്ലാവരും കളിയാക്കി ചിരിക്കും. ആ ചിന്താഗതി തന്നെ മാറണം. എല്ലാവരും ഭസ്മം വരച്ച്, കളഭം തൊട്ട്, കുങ്കുമം തൊട്ട് ഞാൻ ഹിന്ദുവാണ് എന്ന് അറിയിച്ചുകൊണ്ട് തന്നെ ജീവിക്കണം. ഒരു നിഷ്ഠ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് ഒരു ദുരിതവും കാണേണ്ടി വരില്ല. ഇനി കാര്യത്തിലേക്ക് കടക്കാം. സ്ഥലം വിറ്റുപോകുന്നതിന് എന്താണ് സ്വാമി പരിഹാരം? ഞാൻ നേരത്തെ പറഞ്ഞു, എന്താണോ നമ്മളുടെ ഈ ആ സ്ഥലത്തെ ദോഷം അതിന് ചികിത്സിക്കണം. കോമൺ ആയിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അത് എത്രമാത്രം വിജയമുണ്ടെന്നുള്ളത് അനുഭവത്തിൽ തന്നെ അറിയണം. എന്നിരുന്നാലും ഞാൻ പറയാം.
നമ്മുടെ പറമ്പിലെ 4 മൂലയിൽ നിന്ന് മണ്ണെടുക്കണം. ഒരുപാട് സ്ഥലമുണ്ടെങ്കിൽ 10-12 സ്ഥലങ്ങളിൽ നിന്നായിട്ട് മണ്ണെടുക്കണം. മണ്ണെടുത്ത് തട്ടകത്തമ്മ ഭഗവതി ഭദ്രകാളി ആയിരിക്കണം. അവിടെ പോയി ഈ മണ്ണ് അവിടെ ആ ആലിൻ്റെ അവിടെ ഒരു ആലുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വടവൃക്ഷം ഉണ്ടായിരിക്കും, അവിടെ ഇടണം. ഭഗവതിയോട് പ്രാർത്ഥിച്ചിട്ട് ഈ സ്ഥലത്തെ എല്ലാ ദോഷങ്ങളും ഒഴിച്ചു തരണമെന്ന് പ്രാർത്ഥിക്കണം. ശേഷം അമ്മയ്ക്ക് കടുംപായസം കഴിക്കണം, ഗുരുതി പുഷ്പാഞ്ജലി കഴിക്കണം. ബ്രഹ്മരക്ഷസിന് ആ മണ്ണെടുത്തിട്ട് ശിവക്ഷേത്രത്തിൽ തിടപ്പള്ളിയിൽ പൂജ കഴിക്കാൻ പറയണം. അപ്പോൾ ശിവക്ഷേത്രത്തിലെ തിടപ്പള്ളിയിൽ നമ്മുടെ ഈ പറമ്പിലെ 4 മൂലയിൽ നിന്ന് മണ്ണ് വെച്ചിട്ട് ബ്രഹ്മരക്ഷസിന് വ്യാഴാഴ്ച ദിവസം ഒരു പൂജ കഴിക്കാൻ പറയുക. പത്മമിട്ട് പാൽപ്പായസം എന്നാ അതിനെ പറയുക ബ്രഹ്മരക്ഷസിന്. ആ മണ്ണ് നമ്മൾ തിരിച്ചുകൊണ്ട് ഈ വീടിൻ്റെ 4 പറമ്പിൽ ഇടണം. തട്ടകത്തമ്മയ്ക്ക് നമ്മൾ ഗുരുതി പുഷ്പാഞ്ജലി ചെയ്തതിൻ്റെ ആ ഗുരുതി നമ്മൾക്ക് തരും. അത് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് ഒത്തിരി കൂടിയും മഞ്ഞളും ചുണ്ണാമ്പും കൂട്ടി ഈ ഗുരുതി അതിൽ മിക്സ് ചെയ്തിട്ട് കുറച്ച് ഉപ്പ്, കല്ലുപ്പ് തന്നെ ചേർക്കണം. കല്ലുപ്പ് ചേർത്ത് നമ്മുടെ പറമ്പിൻ്റെ ഈ മൂലയിലൊക്കെ ഈ സ്ഥലത്തൊക്കെ തളിക്കണം. വിൽക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തൊക്കെ തളിക്കണം. ഈ സ്ഥലം വിറ്റ് പോയാൽ തട്ടകത്തമ്മയ്ക്ക് ഒരു പട്ടും താലിയും സമർപ്പിക്കാമെന്ന് പ്രാർത്ഥിക്കുക. ശിവക്ഷേത്രത്തിൽ പച്ചപ്പട്ടും വെള്ളിച്ചന്ദ്രക്കലയും എണ്ണാപണവും സമർപ്പിച്ചോളാം എന്ന് പ്രാർത്ഥിക്കുക. കൃഷ്ണൻ്റെ അമ്പലത്തിൽ, അതായത് കൃഷ്ണനോ ദശാവതാരത്തിൽപ്പെട്ട ക്ഷേത്രം, നമ്മുടെ ഏരിയയിലുള്ള വിഷ്ണു ക്ഷേത്രം, അവിടെ ഒരു പിടി എണ്ണാപണം ഭണ്ഡാരത്തിൽ സമർപ്പിക്കുക, പാൽപ്പായസം കഴിക്കുക, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി കൂടെ കഴിക്കുക. ഈ സ്ഥലത്തിൻ്റെ ഓണറുടെ പേരിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ ശുഭശ്രീ ശീഘ്രം സ്ഥലം വിറ്റുപോകും. എന്തായാലും 90 ദിവസത്തിനുള്ളിൽ സ്ഥലം വിറ്റുപോകും. സ്ഥലം വിറ്റുപോകുമ്പോൾ ഈ പറഞ്ഞ ക്ഷേത്രങ്ങളിലേക്കുള്ള വഴിപാടുകളൊക്കെ 3 ക്ഷേത്രത്തിൽ വീണ്ടും ചെയ്യണം. ഒരുപാട് പേര് അങ്ങനെ സ്ഥലം വിറ്റ് പോയിട്ടുണ്ട്. പിന്നെയും വിറ്റ് പോയില്ലെങ്കിൽ നമ്മളൊന്നുകൂടി ചിന്തിക്കണം. കവടി വെച്ച് എന്താണോ അത് തടസ്സമായി നിൽക്കണേ എന്നുള്ളത് മനസ്സിലാക്കി അതിനെ ചികിത്സിക്കുക. ഇപ്പോൾ പൈസ അത് ചികിത്സിക്കുക എന്ന് പറഞ്ഞാൽ പൈസ ചിലവുള്ളത് കൊണ്ടാണ് അത് ആ ഒരു ഓപ്ഷൻ പിന്നീട് ഞാൻ പറയാൻ കാരണം. ഇപ്പോൾ പൈസ ഇല്ലാത്തവരാണ് എല്ലാവരും, അതുകൊണ്ടാണ് വീട് വിൽക്കാൻ പോണത് അല്ലെങ്കിൽ സ്ഥലം വിൽക്കാൻ പോണത്. അപ്പോൾ ആദ്യം പടി എന്ന രീതിയിൽ ഇങ്ങനെയൊന്ന് ചെയ്യുക. എന്നിട്ട് ആയില്ലെങ്കിൽ നമുക്ക് കവടി വെച്ച് അതിൻ്റെ എന്താണോ അവിടെ നിൽക്കുന്ന തടസ്സം, ആ തടസ്സത്തിനെ മാറ്റണം. ചിലപ്പോൾ സർപ്പദോഷമാവാം, ബ്രഹ്മഹത്യ ശാപങ്ങളാവാം, അല്ലെങ്കിൽ അടിയാളര ശാപങ്ങളാവാം. എന്താണോ നമ്മൾ ചിന്തിച്ച് അതിനെ മറികടക്കാം. അല്ലാതെ കുറേ ഏലസ്, കുറേ വശീയന്ത്രം ഇതൊന്നും ചെയ്തിട്ടൊന്നും കാര്യം കിട്ടില്ല. സ്ഥലത്തിൻ്റെ ദോഷം എന്താണെന്ന് മനസ്സിലാക്കി അത് തീർത്തിട്ട് കുജൻ്റെ യന്ത്രം, അതായത് ഭദ്രകാളിയുടെ യന്ത്രവും ഭദ്രകാളിയുടെ കൈകൊണ്ട് പാവാട അണിഞ്ഞ് തലയോട്ടി മാലയിട്ട ആ ഭദ്രകാളി സ്വരൂപത്തിൻ്റെ മൂലമന്ത്രങ്ങളും അക്കപ്പടങ്ങളും യന്ത്രങ്ങളും പൂജിച്ച് അവിടെ കുഴിച്ചിടുക. ഒരു വശ്യയന്ത്രം കൂടി വെച്ചാൽ തീർച്ചയായും
21 ദിവസത്തിനുള്ളിൽ സ്ഥലം വിറ്റുപോകും. എൻ്റെ ഗുരുക്കന്മാരിൽ നിന്ന് കിട്ടിയ അറിവുകൾ ഞാൻ നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ടാണ് പറഞ്ഞു തരുന്നത്. ഇത്തരം അറിവുകൾ നിങ്ങൾക്ക് തന്നതിൽ നിങ്ങൾക്ക് ആ സ്നേഹവും നന്ദിയും ഉണ്ടെങ്കിൽ, അത് തിരിച്ചു തരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അടിയൻ്റെ ഈ എളിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കൾക്കും അയച്ചു കൊടുക്കണം, ലൈക്ക് ചെയ്യണം എന്ന് ഭഗവതിയുടെ നാമത്തിൽ അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. ഹരി ഓം നമഃ ശിവായ.